രാഹുലിൻ്റെ ടോർപിഡോ BJPയുടെ എയർ ഡിഫൻസ്, മോദിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും തകർത്ത് അത് സ്മൂത്തായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷിപ്പ്, വലിയൊരു വാർഷിപ്പ്. അത് നിങ്ങൾക്കറിയാം, ഈ ടോർപിഡോ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ മിസൈലാണ് ബേസിക്കലി. അപ്പോൾ അതിനെ അങ്ങനെ തടുക്കാനൊന്നും പറ്റത്തില്ല. ഷാർപ്പായിരിക്കും, പ്രിസൈസ് ആയിരിക്കും. ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്താൽ, അത് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ വരെ വലിയ വാർഷിപ്പുകൾ തകർന്നു പോയിട്ടുണ്ട് ജാപ്പനീസ് ടോർപിഡോയിലൊക്കെ. അതുകൊണ്ടാണ് ടോർപിഡോ. രാഹുലിൻ്റെ ടോർപിഡോ ആയിരുന്നു ബേസിക്കലി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ വെപ്പൺ. അത് പറയാൻ കാരണമുണ്ട്, പ്രധാനപ്പെട്ട കാരണം ഈ ഇന്ത്യയിൽ ഇപ്പോൾ BJP ഫേവർ, അപ്പം ഞാനും ഒരു മോദി ഫേവർ ചെയ്യുന്ന ഒരാളാണ് പല കാര്യങ്ങളും കൊണ്ടും. പക്ഷെ ഇപ്പോഴും വന്ന പോളിസീസിനെ ഞാൻ ഫേവർ ചെയ്യുന്നില്ല. അങ്ങനെ ഫേവർ ചെയ്യുന്ന അടിസ്ഥാനമായിട്ട് മോദിയെ വിശ്വാസമുള്ളവർ, എല്ലാവർക്കും അറിയാം മോദി പറയുന്നത് വലിയ ഹൈലി കറപ്റ്റഡ് ഒന്നുമല്ല. കറപ്ഷനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന, പക്ഷെ അയാളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇതിനേക്കാളും വലിയ കള്ളന്മാരാ. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയൊക്കെയാണ് ഈ പറയുന്ന സീറോ കറപ്ഷൻ, സീറോ ടോളറൻസ് ഒന്നും നടക്കുന്നതിന് കാര്യമില്ല. അത് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിലെ കസ്റ്റംസിൻ്റെ സീനിയർ ഓഫീസറെ പത്രസമ്മേളനം ഇടയ്ക്ക് വെച്ച് ഫോൺ ചെയ്ത്. സിമ്പിളാണിത്. പക്ഷെ എന്നാലും ഒരു സ്മൂത്തായിട്ട് സെയിൽ ചെയ്യുന്ന മോദി ഗവൺമെൻറ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. എന്തൊക്കെ ആരോപണം വന്നാലും അവരുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ തകർന്ന് തരിപ്പണമായി പോവുക.